ഹലോ, നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഡീറ്റെയിൽഡ് വീഡിയോ ഫോർ ബിഗിനേഴ്സ് ആണ് ഇന്നത്തെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. 40 ചെസ്റ്റ് സൈസുള്ള 3 പീസ് നൈറ്റിയുടെ കട്ടിംഗ് ആണ്. ബാക്കി 40 to 38 സൈസുകാർക്കൊക്കെ എങ്ങനെ അളവെടുക്കാമെന്നും കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടു. എൻ്റെ സൈഡിലേക്ക് വരുന്ന ക്ലോസ്ഡും മറ്റത് ഓപ്പൺ സൈഡുമാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ 7.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. താഴെയും അതുപോലെ തന്നെ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തു. ഇനി നമുക്കിതാ മുകളിൽ നിന്നും വെറുതെ ഒരു ലൈൻ താഴേക്ക് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. സ്ലീവ് ലെങ്ത്ത് 8 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. തയ്യൽ തെമ്പ് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തെമ്പും കൂടെ കൂട്ടി 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ലെങ്ത്തിന് ഇഷ്ടമനുസരിച്ച് വേണം അടയാളപ്പെടുത്താനായിട്ട്. ആ ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നേരെ താഴേക്ക് 9 ഇഞ്ച് കൊടുത്തു. ഇത് ഒരു 42 ചെസ്റ്റ് സൈസിനൊക്കെ 9 ഇഞ്ച് മതി. 38, 36കാർക്കൊക്കെ ഒരു 7.5 ഇഞ്ച് കൊടുത്താൽ മതിയാകും. ഇത് 9 ഇഞ്ച് കൊടുത്താൽ അത്യാവശ്യം ലൂസായിട്ട് തന്നെ കിടക്കും. എന്നിട്ട് നമുക്ക് നീട്ടി താഴേക്ക് വരച്ചു. അതിനുശേഷം ക്യാപ്പ് ഹൈറ്റ് 4.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ക്യാപ്പ് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് സൈസ് ഡിവൈഡഡ് ബൈ 12 ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസിനും കൂടെ കൂട്ടിയിട്ട് വേണം അടയാളപ്പെടുത്താൻ. ആ ക്യാപ്പ് ഹൈറ്റ് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുവാണ്. അത് നമ്മുടെ ആം ഹോളാണ്. 9 ഇഞ്ചാണ് ആം ഹോൾ വരുന്നത്. ചുരിദാറിനൊക്കെ 9 കറക്റ്റായിട്ട് എടുക്കുമ്പോൾ നൈറ്റിക്ക് 1 ഇഞ്ച് ലൂസ് കൂട്ടി 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നീട്ടി താഴേക്ക് വരച്ചു. ഇത് നമ്മൾ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റും 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റും കൂടെ ജോയിൻ ചെയ്തെടുത്തു. ഇത് നമുക്ക് സ്ലീവ് എൻഡാണ്. സ്ലീവ് എൻഡ് എനിക്ക് 7 ആണ്. 7ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തയ്യൽ തുമ്പാണ് 1 ഇഞ്ച്. അതിനുശേഷം നമുക്ക് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ട് അടയാളപ്പെടുത്തണം. 10 ഇഞ്ച് അടയാളപ്പെടുത്താം. അത് എല്ലാവർക്കും ഏകദേശം 10 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഒത്തിരി ഹൈറ്റ് ഉള്ളവർക്ക് മാത്രം ഒരു 10.5 വരെ വരത്തുള്ളൂ. ഇനി നമുക്ക് ആ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ സ്ഥലത്തെത്താം. ഈ പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നേരെ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഈ പോയിന്റും എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നിലേക്ക് നമുക്ക് ആ പോയിന്റ് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം എന്താ എൻഡിൽ വെച്ചിട്ട് നമ്മൾ വരച്ച ലൈനിൽ നിന്ന് 1.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് നമ്മളിതാ ഈ 9 ഇഞ്ചും 10 ഇഞ്ചും കൂടെ ജോയിൻ ചെയ്ത് വരച്ചില്ലേ, ആ പോയിന്റ് എത്രയാണ് അളവ് നോക്കുക. ഇവിടെ 4.5 ഇഞ്ചാണ് അളവ് എനിക്ക് കിട്ടുന്നത്. ആ 4.5 ഇഞ്ച് നമ്മളിവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നും മുകളിലത്തെ ലൈനിലേക്ക് എവിടെയാണ് 4.5 ഇഞ്ച് വരുന്നത് അവിടെ ടേപ്പ് കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു ലൈന് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ വരെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. അത് നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റിക്കളയാം. അപ്പോൾ സ്ലീവിനുള്ളത് നമ്മൾ 2 സ്ലീവിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പീസ് ഇതാ നമ്മൾ നേരത്തെ ഒരു ലൈൻ ഷോൾഡറിൽ അടയാളപ്പെടുത്തിയാലും താഴേക്ക് വരച്ചിട്ടില്ലേ, ആ ലൈനിൽ കറക്റ്റായിട്ട് മുകളിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് സ്ലീവ് അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ ഏറ്റവും താഴത്തെ പോയിന്റിൽ നമുക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ചിരുന്ന ലൈന് ആ പോയിന്റിലേക്ക് അങ്ങ് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക സ്കേർട്ട് പാർട്ട്. ഓക്കെ, സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റില്ലേ, ആ ഒരു പോയിന്റ് 4 പീസിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ തയ്ക്കുമ്പോൾ സ്കേർട്ടും യോക്കും കൂടെ ജോയിൻ ചെയ്ത് തയ്ക്കുമ്പോൾ ഈസി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്ലീവ് നമ്മുടെ സ്കേർട്ട് പാർട്ടും കൂടെ മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് യോക്ക് പാർട്ടാണ് എടുക്കേണ്ടത്. ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ യോക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ആ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ടുള്ള യോക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. സെൻറ്റർ മുകളിലും താഴെയും അടയാളപ്പെടുത്തിയിട്ട്
ഫ്രണ്ടിനെ ബാക്കിനെ നിവർത്തിയിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പീസ് എടുത്തിട്ട് നടുക്കൂടെ മടക്കിയിട്ട് വേറൊരു പീസ് എടുക്കുക. വേറെ ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുക. നല്ല ക്ലോത്താണ്, ലൈനിങ് ക്ലോത്ത് അല്ല എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഈ ക്ലോത്തിനെ വെച്ചൊന്ന് പിൻ ചെയ്യാം. ഇത് നല്ല മാച്ച് ചെയ്യുന്ന ക്ലോത്ത് അല്ല ഞാൻ എടുത്തിരിക്കുന്നത്. മാച്ച് ചെയ്യുന്ന ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് 3 പീസിൽ സ്റ്റൈൽ ചെയ്യുകയും കൂടെ ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ 2.25 ഇഞ്ചാണ് അടയാളപ്പെടുന്നത്. 3 കിട്ടാൻ വേണ്ടി 2.25 ഞാൻ അടയാളപ്പെടുത്തുക. തയ്ച്ച് വരുമ്പോൾ 3 കിട്ടും. അവിടെ നിന്ന് നേരെ താഴേക്ക് 6 ഇഞ്ച് ലെങ്ത്താണ് കഴുത്തിറക്കം. അത് കറക്റ്റായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും അടയാളപ്പെടുത്തി നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ ഈ കോർണറിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമ്മുടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരയ്ക്കാം. ഞാനിതാ ഇങ്ങനെ ഒരു ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്കെയിൽ നേരെ മുകളിൽ നിന്ന് താഴേക്ക് പിടിച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ടേപ്പ് കൊണ്ടുവച്ച് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം മുകളിൽ ആ കേവ് നമ്മൾ വരച്ചിട്ടില്ലേ, 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയില്ലേ കോർണറിൽ നിന്നും, ആ പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ ഇവിടെ നിന്നും താഴേക്ക് എത്ര ഇഞ്ചാണെന്ന് നോക്കാം. 4 ഇഞ്ചാണ്. നമ്മുടെ കർവിനനുസരിച്ച് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊണ്ടുവരാം. താഴെയും അതുപോലെ തന്നെ ഒരു കർവ് നമുക്ക് വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ അങ്ങ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ നിന്ന് നേരെ ഈ തുണിയുടെ കോർണറിലേക്ക് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടിയിലത്തെ തുണിയും കൂടെ ചേർത്താണ്, എല്ലാ തുണിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ടും കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെയാണ് നമുക്ക് 3 പീസ് കിട്ടുന്നത്. ഇതാണ് 3 പീസ് നൈറ്റി. അടിയിലത്തെ തുണി നമ്മൾ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഇപ്പോൾ അടിയിലത്തെ തുണി ഇതിന് മാച്ചിങ് ആയിട്ടുള്ള തുണിയാണെങ്കിൽ സെൻറ്റർ പീസ് മാത്രം നമുക്ക് തിരിച്ചിട്ട് അടിയിലത്തെ തുണിയായിട്ട് മാച്ച് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ തന്നെയാണ് മാച്ച് ചെയ്യുന്നത്. ഇനി നമുക്കിതാ നല്ല തുണി, സെൻറ്റർ പീസിൻ്റെ നല്ല തുണി അടിയിൽ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത തുണിയില്ലേ അതിങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ വക്കടിച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് 1/4 ഇഞ്ചിൽ നമ്മൾ അതിൻ്റെ അരിക് അടിച്ചു കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ മറിച്ചിട്ട് അടിച്ചു കൊടുക്കാം. അരിക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പൈപ്പിംഗ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. മറിച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള 3 സൈഡും കൂടി മറിച്ചിട്ടൊന്നുമല്ല, വെറുതെ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് വെറുതെ 3 സൈഡും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളിതാ ആ 3 പീസില്ലേ 3 പീസും ഇതേ മോഡലിൽ തന്നെ ആദ്യം നല്ല തുണിയുടെ മുകളിൽ മോശം തുണി വെച്ചിട്ട് സൈഡ് അടിച്ച് നമ്മൾ മറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി സൈഡൊന്ന് അടിച്ചു കൊടുത്തു. അതിനുശേഷം ബാക്കി 3 സൈഡും കൂടെ നമ്മളങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു. 3 പീസും ഇങ്ങനെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഒരു ലേസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സെൻറ്റർ പീസിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ സൈഡ് ഇങ്ങനെ തയ്ച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളിത് മടക്കി അങ്ങോട്ട് എടുത്തിട്ട്, ഇതൊരു വീതിയുള്ളൊരു ലേസാണ്, മടക്കി ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പം ഇങ്ങനെയാണ് കിട്ടുന്നത്. 3 പീസിൻ്റെ സൈഡുകളിൽ നമ്മൾ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസിൻ്റെ സ്ഥാനത്ത് പൈപ്പിംഗ് വെച്ച് കൊടുത്താലും മതി. ഈ 3 സൈഡിലാണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതാ ഈ സൈഡ് എത്ര ഉണ്ടെന്നൊന്ന് അടയാളപ്പെടുത്താം. 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ബാക്കി 2 പീസില്ലേ 3 പീസിൻ്റെ സൈഡിൽ വരുന്നത്, അവിടെ ഈ 4 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്ക്. അതിനുശേഷം നമ്മുടെ കറക്റ്റ് സെൻറ്റർ പീസ് കറക്റ്റായിട്ട് 4 ഇഞ്ചിൽ വരുന്ന പോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതാ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ കെട്ടിട്ടിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തില്ല. 2.25 ഇഞ്ച് നെക്ക് ഡിസ്റ്റൻസും 4 ഇഞ്ച് ലെങ്ത്തിലും ഒരു ബോക്സ് വരച്ചിട്ട് നമ്മൾ കഴുത്തിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് കഴുത്ത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ബാക്ക് നെക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ നല്ല സൈഡിൽ വെച്ചിട്ട് അടിക്കുകയാണ്. നല്ല സൈഡിൽ വെച്ച് അടിച്ചിട്ട് നമ്മൾ ഇത് മറിച്ചെടുക്കാനാണ് പോകുന്നത്. ഇപ്പം നമ്മളത് മറിച്ചടിക്കുന്നില്ല. ഇപ്പം നമ്മൾ അങ്ങനെ അടിച്ചിട്ടതാ ഇങ്ങനെ അങ്ങ് വിടർത്തിയിട്ടു. അടിച്ച പീസിനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ക്രോസ് പീസ് വെച്ച് അടിച്ചങ്ങ് വിടർത്തിയിട്ടു. ഇതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്ന ബാക്ക് നെക്ക്. ഇതാ നല്ല വശവും കൂടെ ഫ്രണ്ടിൻ്റെയും ബാക്ക് സൈഡിൻ്റെയും കൂടെ ചേർത്തങ്ങ് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചില്ലേ, ആ ക്രോസ് പീസ് വെച്ചതിനെ കവർ ചെയ്ത് ഇങ്ങനെ എടുത്തു. അതിനുശേഷം ഇതാ അതിനെ ഒന്ന് തിരിച്ച് മടക്കി എടുക്കുന്നുണ്ട്. ആ ക്രോസ് പീസിനെ 2 മടക്കായിട്ട് തിരിച്ചൊന്ന് മടക്കുന്നുണ്ട്. നിങ്ങളിതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം നമുക്കിതാ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഷോൾഡർ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ എപ്പോഴും ജോയിൻ ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. തിരിച്ചിടുമ്പോൾ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് ഷോൾഡർ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. 2 സൈഡും ഷോൾഡർ നമുക്ക് ഇങ്ങനെ തന്നെ ക്രോസ് പീസിനെ കവർ ചെയ്ത് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതാ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതാ ബാക്ക് നെക്ക് അടിക്കാൻ കറക്റ്റായിട്ട് നമുക്ക് മടങ്ങി വന്നിട്ടുണ്ടാകും. നിങ്ങൾക്കത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഇനി നമുക്ക് ബാക്ക് നെക്ക് അങ്ങ് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ മടക്കിലേക്കൂടെ അങ്ങ് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതാ അങ്ങനെ നമ്മുടെ ഫ്രണ്ടും ബാക്കും യോക്ക് പാർട്ട് റെഡി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ അരിക് 1 ഇഞ്ച് മടക്കി അടിച്ചു, 2 സ്ലീവിൻ്റെ അരിക്. ഇനി നമുക്കിതാ റോങ് സൈഡും കൂടെ വെച്ചിട്ട് 2 സൈഡും സ്ലീവ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കണം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പം ഇത് ഷോൾഡറും സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് അത് രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടി സെൻറ്റർ പാർട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഈ പോയിൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കണം. അതിനുശേഷം സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്റർ പോയിൻറ്റും നമ്മുടെ യോക്കിൻ്റെ സെൻറ്ററും കൂടെ ഒന്നിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റും സ്കേർട്ടിൻ്റെ പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് വയ്ക്കാം. യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തില്ലേ സെൻറ്റർ പോയിൻറ്റും അതുപോലെ എൻഡിലെ 2 പോയിൻറ്റുകളും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്കേർട്ടിൻ്റെ യോക്കിൻ്റെ പോയിൻറ്റുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും. ഇതാ ആ 2 പോയിൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. സെൻറ്റർ പോയിൻറ്റും കൂടെ സ്റ്റിച്ച് ചെയ്തു പിൻ ചെയ്ത് വെച്ചു. പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്കങ്ങ് പ്ലേറ്റ്സ് ഇട്ടിട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതിയാകും. ഇങ്ങനെ പിൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സെൻറ്റർ പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും പ്ലേറ്റ്സ് ഇട്ടെടുത്താൽ മതി. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും സെയിം ഒരുപോലെ തന്നെ പ്ലേറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. പോയിൻറ്റുകൾ യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്ക് സൈഡ് 1 ഇഞ്ചിൽ കൈ മുതൽ താഴെ വരെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള 3 പീസ് നൈറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ 1-2 തവണ കാണുമ്പോൾ ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും മനസ്സിലാകും. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം.